നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കോളിഫ്ലവർ വെച്ചിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കോളിഫ്ലവർ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് അടർത്തി മാറ്റണം. ഇതിൻ്റെ ഓരോ ഇതും നമ്മൾ ചെറിയ ഒത്തിരി ചെറുതല്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി വെച്ചാൽ ഇങ്ങനെ ഓരോ പൂവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് അടർത്തി മാറ്റി വെക്കുക. കട്ടിയുള്ളത് കത്തിയും കൊണ്ട് ഒന്ന് കീറിയെടുത്താൽ മതിയേ. അപ്പോൾ അതങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വലുതല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു പാക്കറ്റിനകത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനൊരു 250 ഗ്രാം കാണും. അപ്പോൾ അല്ലാത്ത മുഴുവനായിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ കത്തിയെടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്ത് മാറ്റി എടുക്കും. അപ്പോൾ നമ്മളിതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ കാണത്തില്ല, ചിലപ്പം ചിലതിനകത്തൊക്കെ പുഴുവൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ചൂടുവെള്ളത്തിനകത്തും ഉപ്പിനകത്തും കുറച്ച് നേരം ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇതിനകത്ത് ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചേക്കാം. എന്നിട്ട് ഇതിനകത്തൊന്ന് നമുക്ക് ഇത് കോരി മാറ്റി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇടുമ്പം മാറിക്കിട്ടും. അപ്പോൾ ഞാനിത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം തോർത്ത് നല്ലപോലെ കളഞ്ഞ് മാറ്റി ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് പുളിയില്ലാത്ത തൈര് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ഒരു 2 ടീസ്പൂൺ കാണും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ റൈസ് ഫ്ലോർ, പിന്നെ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവില്ലാത്ത മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഒരു തിക്ക്, ഒത്തിരി അങ്ങ് തിക്കാതെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കണം. ഈ ഒരു സ്പൂൺ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ സ്പൂണിൽ പറ്റി പിടിക്കുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് ആ ഒരു സ്റ്റേജിൽ ആകത്തക്ക രീതിയിൽ കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബാറ്ററിനകത്തോട്ട് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നും ഇതുപോലെ മുക്കിയിട്ട് ഇതുപോലെ വറുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. 2 സൈഡ് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ കോട്ടിങ് ഇതിനകത്തെല്ലാം നല്ലപോലെ പിടിക്കും. ഇത് ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. പാടില്ല, ഒത്തിരി അങ്ങ് തിക്കാകാനും പാടില്ല. എന്നാൽ നമ്മുടെ അതിനകത്തെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കുക. എന്നിട്ട് ഇതിനെ ഓരോന്നും അതിനകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം വറുത്ത് കോരുക. നമ്മൾ മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തൊക്കെ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ, അല്ലാത്ത സമയത്തായാലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റി നമ്മളൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. അധികമൊന്നും എണ്ണ ഇതിനകത്ത് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പൊടിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റിലൊരു കുറച്ച് കാര്യങ്ങളും കൂടെ വറുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇടണം. ഇത് വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് എരിവിനും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ വറുത്തിടുന്നുണ്ട്. കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം കീറിയത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ഫ്ലേവർ, ആ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ അതിനകത്തൊന്ന് പിടിച്ചിരിക്കും, കറിവേപ്പിലയുടെ ഫ്ലേവറും ഒക്കെ. ഇനിയും ഈ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വാടി വരുമ്പം നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഒന്ന് അതിനകത്ത് ആ പാനിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലാതെ വെറുതെ ചായയുടെ കൂടെ ആയാലും കഴിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.